ഹായ് മകളെ, തമ്പ് കണ്ട് ഞെട്ടിയിരിക്കുകയായിരിക്കും അല്ലേ? പരീക്ഷ എഴുതുന്ന 90% വിദ്യാർത്ഥികളും തോൽക്കുമെന്ന് പറയുമ്പോൾ ആരാണ് പേടിക്കാതിരിക്കുക? നിങ്ങൾക്കറിയാം, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊന്നും അങ്ങനെ പാസ്സാക്കി വിടുന്ന പരിപാടി നമ്മൾ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് 8ാം ക്ലാസ്സിൻ്റെയും 9ാം ക്ലാസ്സിൻ്റെയും 10ൻ്റെയും +1ൻ്റെയും +2ൻ്റെയും എക്സാമുകളെ പറ്റിയല്ല. പിന്നെ എന്തിനെ പറ്റിയായിരിക്കും നിങ്ങളോട് സംസാരിക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലുണ്ടോ? ഗസ്റ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത്തവണ 2025 നീറ്റ് എക്സാമിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? കഴിഞ്ഞ തവണ 720ൽ 720 കിട്ടിയ കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അത്രയധികം വിദ്യാർത്ഥികളായിരുന്നു. എൻ്റെ ഓർമ്മ കറക്റ്റാണോ എനിക്കറിയില്ല, ഏകദേശം 100-ലധികം 114ഓളം വിദ്യാർത്ഥികൾക്ക് 720ൽ 720 മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ 2025 നീറ്റ് എക്സാമിൽ, ഞാൻ പറഞ്ഞത് 2024 2025 നീറ്റ് എക്സാമിൽ 0 കുട്ടികൾക്കാണ് 720ൽ 720 മാർക്ക് നേടാൻ സാധിച്ചത്. ഇത് നീറ്റ് എക്സാമിനെ പറ്റി മാത്രം പറയുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മുടെ ലോകത്തിൽ തന്നെ അത്യാവശ്യം ടഫായിട്ടുള്ള എക്സാമാണ് JEE അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്ന ഒരു ചിന്തയുള്ള, ഒരു പക്ഷേ ഇതിനെ പറ്റിയൊന്നും അറിയാത്ത മക്കളായിരിക്കും നിങ്ങൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നീറ്റിനെ പറ്റിയോ JEE പറ്റിയോ ഒന്നും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ട. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ വളരെ നല്ലത്. ഞാൻ പറയുന്നത് ടോട്ടലായിട്ടാണ്. ഇപ്പോൾ ഈ നീറ്റ് എക്സാമിൽ ആദ്യത്തെ 100 റാങ്കിൽ ഇപ്രാവശ്യത്തെ 2025 നീറ്റ് എക്സാം റിസൾട്ട് വന്നപ്പോൾ ആദ്യത്തെ 100 റാങ്കിൽ ഒരു മലയാളി പോലും ഇല്ല എന്നതാണ് ഞാനിവിടെ പ്രധാനമായിട്ടും എടുത്തു കാണിക്കുന്നത്. അത് തന്നെയാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ പഠിക്കാൻ പറ്റാത്തത്. മറ്റുള്ള നോർത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒട്ടുമിക്ക വിദ്യാർത്ഥികളും അവരുടെ ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്നത് 5ാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി. അത് ഡീപ്പായിട്ട് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി +2 ശേഷമുള്ള ഏതൊരു എൻട്രൻസ് എക്സാമും അവർക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നു. അത് പലതരത്തിലുള്ള എക്സാമുകൾ. അപ്പോൾ IAS ആവണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്, PSC എഴുതണം, SSC എഴുതണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, NDA എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. അതിലൊക്കെ മലയാളികളുടെ എണ്ണം കൂടുതൽ ആവണമെങ്കിൽ നമ്മളൊരു കാര്യം ആദ്യമേ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എന്തെന്നൊരു സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. മറ്റൊന്നുമല്ല, നമ്മുടെ ബേസിക് കാര്യം നമ്മൾ അത്രയും അടിപൊളിയാക്കണം. നമ്മൾ വിചാരിക്കുന്നത് പോലെ കുറച്ച് കൂട്ടാൻ പഠിക്കുക, കുറച്ച് കുറയ്ക്കാൻ പഠിക്കുക, അത് മാത്രമൊന്നുമല്ല ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്നത്. അതിന് ഡീപ്പായിട്ടുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട്. അത് അത്രയും ഡീപ്പ് ലെവൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും ക്വാളിറ്റി ഉള്ളൊരു വിദ്യാർത്ഥിയായിട്ട് മാറും. അതിന് വേണ്ടിയിട്ടാണ് സൈലം നിങ്ങളുടെ മുന്നിലേക്ക് ഫാൽക്കൺ ബാച്ച് അവതരിപ്പിക്കുന്നത്. ഈ ഫാൽക്കൺ ബാച്ച് ജോയിൻ ചെയ്യുന്നതോടെ എല്ലാ സബ്ജക്റ്റുകളെയും ഡീപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് ഏതൊരു മഴക്കാലത്തും ഏതൊരു വേനൽക്കാലത്തും ഏതൊരു കാറ്റ് വന്നാലും അത് പറന്നു പോവാതിരിക്കണമെങ്കിൽ അതിൻ്റെ ബേസിക് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ മോഡൽ അത്രയും അടിപൊളിയായിരിക്കേണ്ടതുണ്ട്. സോ അത് ഞങ്ങൾ നിങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇപ്പോൾ തന്നെ ഫാൽക്കൺ ബാച്ച് ജോയിൻ ചെയ്യാൻ പറയുന്നത്. അതിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പോസ്റ്ററുകൾ കാണാൻ പറ്റും, അതിൻ്റെ എമൗണ്ട് കാണാൻ പറ്റും. അത്രയും കുറഞ്ഞ പൈസ കൊണ്ട് നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൻ്റെ ട്യൂഷൻ കൂടി അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കൂടി കമ്പൈൻ ആയിട്ടും അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. ഈ പോസ്റ്ററിൽ നിങ്ങൾക്ക് എല്ലാം തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. സോ വേറൊന്നും പറയാനില്ല, എല്ലാവരും മാക്സിമം അടിപൊളിയാക്കുക, ഫണ്ടമെൻ്റൽസ് അടിപൊളിയാക്കി തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾ സയൻസ് മേഖലയോ കൊമേഴ്സ് മേഖലയോ ഏത് മേഖല പോവുകയാണെങ്കിലും ഈ ഫണ്ടമെൻ്റൽസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് അത്രയധികം നിങ്ങളെ ഉപകാരപ്പെടുത്തുന്നതിൽ യാതൊരു സംശയമില്ല. സോ എല്ലാ 9ാം ക്ലാസ്സിലും 8ലും 10ലും എല്ലാം പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം അവർക്കൊക്കെയുള്ള സ്പെഷ്യൽ ബാച്ചുകൾ നമ്മുടെ സൈലത്തിൽ അവൈലബിൾ ആണ്. സോ ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലം ലേണിംഗ്. നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.